ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു വ്ളോഗിയാണ് മൂടൊന്നുമില്ല. പക്ഷേ പെണ്ണ് ഒരു നിവൃത്തിയില്ല കേട്ടോ. പോയി വീട്ടിലുള്ള ഒരു പണിയെടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ അവളെയും കൊണ്ട് കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങി അവളെ ഒന്ന് ഓക്കെ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക്. അപ്പം ഞാനിവിടെ സൂത്രം കണ്ടേ, അത് ഞങ്ങൾ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം നമ്മൾ ആ സൂത്രത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ അയർലൻഡിലെ എല്ലാ സ്ട്രീറ്റുകളിലൊക്കെ മിക്ക സ്ട്രീറ്റുകളിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു സൂത്രമാണ്. സൂത്രത്തിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് ഞാൻ ആ സൂത്രം കാണിച്ചു തരാം. അയ്യോ, ഇതാണ് കേട്ടോ ആ സൂത്രം. കണ്ടോ? ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് നമ്മുടെ ആപ്പിളാണ്. ആപ്പിളെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ആപ്പിൾ കേട്ടോ. ചെറിയ ആപ്പിൾ എന്നൊക്കെ ഞാൻ പറയുന്നു, പക്ഷേ ആക്ച്വലി ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ പിന്നെ സെർച്ച് ചെയ്ത് പറയാം കേട്ടോ. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ പ്ലീസ്. ഇത് കണ്ടോ, നല്ല അടിപൊളിയല്ലേ ചെറിയ ആപ്പിൾ. ഇത് നമ്മുടെ അപ്പോൾ ഇതാട്ടോ നമ്മുടെ ചെറിയ ആപ്പിൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് എൻ്റെ പേര് അറിയത്തില്ല. ഞാൻ പിന്നെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നറിയോ, നമ്മുടെ നാട്ടിൽ റൂബിക്ക അറിയത്തില്ലേ? റൂളിക്ക എന്നൊക്കെ നമ്മൾ പണ്ട് പറയും. അതാട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. പണ്ടേ ഞാനൊരു 5 വയസ്സ് മുതൽ ഒരു 10-20 വയസ്സ് വരെ ഞാൻ താമസിച്ചിരുന്നത് അരിഞ്ചർമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഞാൻ താമസിച്ചൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഗ്രാമം എന്നൊക്കെ പറയില്ലേ, ഭയങ്കര ഗ്രാമം, പാടവരമ്പും ഒരു തോടും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്ന അറിയാം, എൻ്റെ പെൺകൊച്ചേ ഈ റോട്ടിൽ കൂടെ നടപ്പുണ്ടേ, അവളെ വല്ല കാറിൻ്റെ മുമ്പിൽ പെടുമെന്ന് പേടിച്ചിട്ട് അതിനിടയ്ക്ക് ഞാൻ പെണ്ണിനെ ഒന്ന് പിടിക്കാൻ പോയി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നത്, മറന്നുപോയല്ലോ. അപ്പം എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിറയെ, അവളുടെ പേര് ശ്രുതി എന്നാണ് കേട്ടോ. ശ്രുതിയുടെ കമൻറ്റ് ചെയ്യോ. അപ്പം ശ്രുതി അവൾ എൻ്റെ കൂടെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന കൊയറിൽ കേട്ടോ. ഞാൻ കൊയറിലൊക്കെ പാടുമായിരുന്നു. ഞാനൊരു മഹാസംഭവമായിരുന്നു.